നമസ്കാരം. കോതമംഗലം ബാതിരപ്പള്ളി മേലേത്തുമാലിൽ അൻസലിന്റെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ച് പോലീസ് എത്തുമ്പോൾ വീണ്ടും കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് പ്രണയവിഷചതി. സംഭവത്തിൽ അൻസലിന്റെ പെൺസുഹൃത്ത് മാലിപ്പാറ മുത്തംകുഴി ഇടയത്തുകൂടി അധീനയെ കൊലക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. അൻസലിന്റെ മരണത്തിന് പിന്നാലെ അധീനയെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അൻസലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബാതിരപ്പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിലായ അൻസൽ വ്യാഴാഴ്ച രാത്രി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അധീനയ്ക്കെതിരെ അൻസൽ മൊഴി നൽകിയിരുന്നു. കോതമംഗലം SHO PT ബിജോയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം പാറശാലയിൽ ഷാരോണിനെ കാമുകി ഗ്രീഷ്മ കൊലപ്പെടുത്തിയതിന് സമാന രീതിയിലായിരുന്നു കൊലപാതകം. അൻസലിനെ ഒഴിവാക്കാനായി അധീന കളനാശിനി നൽകി കൊലപ്പെടുത്തുകയായിരുന്നു. ചേലാടുള്ള ഒരു കടയിൽ നിന്നാണ് ഈ കളനാശിനി വാങ്ങിയത്. ടിപ്പർ ഡ്രൈവറായ അൻസലും അധീനയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. അൻസൽ വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. അൻസലും അധീനയും തമ്മിൽ പലപ്പോഴും സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വഴക്ക് ഉണ്ടാകുമായിരുന്നു. 2 മാസം മുൻപ് അൻസൽ മർദ്ദിച്ചതായി കാണിച്ച് കോതമംഗലം പോലീസിൽ അധീന പരാതി നൽകിയിരുന്നു. ഈ കേസ് 2 ആഴ്ച മുൻപ് അധീന പിൻവലിച്ചു. അൻസലുമായി കഴിഞ്ഞ ചൊവ്വാഴ്ച പണത്തെക്കുറിച്ച് വീണ്ടും വഴക്കുണ്ടാവുകയും ചെയ്തു. തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് അധീനയുടെ കുറ്റസമ്മത മൊഴി. ഒറ്റയ്ക്ക് താമസിക്കുന്ന അധീന രാത്രി അൻസലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ബുധനാഴ്ച പുലർച്ചെയാണ് വിഷം നൽകിയത്. അൻസൽ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസിൽ കളനാശിനി ശീതളപാനീയത്തിൽ ചേർത്ത് നൽകുകയായിരുന്നുവെന്നാണ് സൂചന. അബോധാവസ്ഥയിലായതോടെ അൻസൽ വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന് അധീന പോലീസിനെയും ബന്ധുക്കളെയും അറിയിച്ചു. തുടർന്ന് പോലീസും ബന്ധുക്കളും എത്തി ആംബുലൻസിൽ അൻസലിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. വ്യാഴാഴ്ച രാത്രി 8-നാണ് മരിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 4-ന് അധീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വച്ചാണ് സംഭവം. വിഷം അകത്തു ചെന്നെന്ന് അൻസൽ സുഹൃത്തിനെയും പോലീസിനെയും അറിയിച്ചു. അൻസലിന്റെ വീട്ടുകാരെ അധീന വിവരം അറിയിക്കുകയായിരുന്നു. ആത്മഹത്യാ ശ്രമം എന്നായിരുന്നു അധീന പറഞ്ഞത്. പോലീസ് ബന്ധുക്കളെ അറിയിച്ച് ആംബുലൻസ് വരുത്തി അൻസലിനെ ആശുപത്രിയിൽ എത്തിച്ചു. ആംബുലൻസിൽ വെച്ച് തന്നെ അധീനയാണ് തനിക്ക് വിഷം നൽകിയതെന്ന് അൻസൽ പോലീസിനോടും ബന്ധുവിനോടും പറഞ്ഞു. ഇതോടെ അധീന പോലീസ് നിരീക്ഷണത്തിലായി. 1 മാസം മുൻപ് മറ്റൊരു യുവാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി അധീനയെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കേസിൽ യുവാവ് അറസ്റ്റിലായിരുന്നു. ഇതിനെ ചൊല്ലിയും അൻസലും അധീനയും പരസ്പരം വഴക്കുണ്ടാക്കിയിരുന്നു. ഈ യുവാവും അധീനയും തമ്മിലും അടുപ്പമുണ്ടായിരുന്നു. ഈ യുവാവുമായി കൂടുതൽ അടുക്കാനാണ് കൊലയെന്നും സൂചനയുണ്ട്. കൃത്യത്തിൽ അധീനയ്ക്ക് പുറമെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്.